Dear friends, welcome to all. This is Srikumar with you. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോ മോർ. ഇതിൻ്റെ അർത്ഥം എന്താ? എന്തിനാണ് ഈ നോ മോർ പഠിക്കേണ്ട ആവശ്യം? ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഫ്രൈസ് നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇനിയില്ല, മേലിലില്ല, ഇനി ചെയ്യില്ല, ഇനി പാടില്ല. പിന്നെ ഹീസ് നോ മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചുപോയി, അങ്ങനെ ഈ നോ മോർ ഉപയോഗിക്കും. അപ്പം നോ മോറിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ മാറി മാറി വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രം ആയില്ല, ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് കുറച്ച് സെൻറ്റൻസിലൂടെ നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കോൺവെർസേഷൻസ് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല കോൺവെർസേഷൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നോ മോർ വളരെ കാര്യമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പൊടിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുക. ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്താണ് ചെയ്യേണ്ടത്? യു ഷുഡ് ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഇംഗ്ലീഷ് അറൗണ്ട് യുവർസെൽഫ്. നിങ്ങളെ ചുറ്റിലും ഒരു ഇംഗ്ലീഷിൻ്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സംസാരിക്കുക, കേൾക്കുക, എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും ഭാഷ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരു വാക്ക് അറിഞ്ഞാൽ തന്നെ ആ വാക്കിന് പല മീനിങ്ങുകളുണ്ടാവും. അപ്പോൾ വേറെ ഒന്ന് വായിച്ചു വരുമ്പോഴത്തേക്ക് ആ മീനിങ് നമുക്ക് ആവശ്യം വരും. അപ്പം ഇങ്ങനെ ഇത് കേട്ട് കേട്ട് സെൻറ്റൻസുകൾ കണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് പഴകിയാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, നമുക്ക് നോ മോറിനെ കുറിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ലെറ്റ് us സ്റ്റാർട്ട്. നോ മോർ. നോ മോർ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഇൻ എ സെൻറ്റൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. സന്ദർഭം അനുസരിച്ച് നോ മോർ പല വിധത്തിൽ ഉപയോഗിക്കാം. ഫസ്റ്റ്, ടു ഇൻഡിക്കേറ്റ് എൻ എൻഡ്, ഒന്നിൻ്റെ എൻഡ് അവസാനം സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സംതിങ്, ഒന്നിൻ്റെ ഇല്ലായ്മ സൂചിപ്പിക്കാനായി നമുക്ക് നോ മോർ ഉപയോഗിക്കാം. ഐ ഹാവ് നോ മോർ ഷുഗർ ലെഫ്റ്റ് ഫോർ ദ റെസിപ്പി. ആ റെസിപ്പിക്ക് വേണ്ട ഷുഗർ ഇനി ബാക്കിയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഷുഗർ ബാക്കിയില്ല ആ റെസിപ്പിക്ക് വേണ്ടത്. എന്താണ് റെസിപ്പി? ഒരു കാര്യം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ആ കുറിപ്പിനെയാണ് റെസിപ്പി എന്ന് നമ്മൾ പറയും. അപ്പോൾ റെസിപ്പി പഠിച്ചു. നെക്സ്റ്റ്, ഹീ സെറ്റ് ഹീ വുഡ് കോസ് നോ മോർ ട്രബിൾ. അവൻ പറഞ്ഞു അവൻ ഇനി ശല്യം ഉണ്ടാക്കില്ല എന്ന്, ട്രബിൾ ഉണ്ടാക്കില്ല എന്ന്. ഹീ സെറ്റ് ഹീ വുഡ് കോസ് നോ മോർ ട്രബിൾ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നോ മോർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു നോയൂടെ നമ്മൾ വായുന്ന അബദ്ധത്തിൽ വീടരുത്. അപ്പോൾ രണ്ട് നോ ആയി. നെക്സ്റ്റ്, സംതിങ് വിൽ നോട്ട് ഹാപ്പൻ അഗെയിൻ. ഒന്നും ഇനി സംഭവിക്കില്ല എന്ന് പറയാനും ഇത് ഉപയോഗിക്കാം. നോ മോർ സ്റ്റേയിങ് അപ്പ് ലേറ്റ് ഓൺ വീക്ക് ഡേയ്സ്. വീക്ക് ഡേയ്സ് ഇനി താമസിച്ചിരിക്കുന്ന പ്രശ്നമേ ഇല്ല. നോ മോർ സ്റ്റേയിങ് അപ്പ് ലേറ്റ് ഓൺ വീക്ക് ഡേയ്സ്. വീക്ക് ഡേയ്സ് മീൻസ് ദ ഡേ സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ദെൻ വാട്ട് ഈസ് വീക്കെൻഡ്? വീക്കെൻഡ് നമുക്കറിയാം, 5 ദിവസം വന്നു, ബാക്കി 2 ദിവസം, സാറ്റർഡേ ആൻഡ് സൺഡേ, അതാണ് വീക്കെൻഡ്. There will be no more arguments about this matter. ഈ മാറ്ററിനെ കുറിച്ച് ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, അത് ഇവിടെ അവസാനിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. There will be no more arguments about this matter. Next, comparison. The car is no more expensive than the one we saw yesterday. ഇന്നലെ കണ്ട ഒരു കാറിനേക്കാൾ ഇതിനത്ര വിലയൊന്നുമില്ല. The car is no more expensive than the one we saw yesterday. പിന്നെ കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ്. നോ മോർ എക്സ്ക്യൂസസ്, ജസ്റ്റ് ഗെറ്റ് ദ ജോബ് ഡൺ. എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, പറഞ്ഞ ജോലി ചെയ്യുകയാണ്. നോ മോർ എക്സ്ക്യൂസസ്. പ്ലീസ് നോ മോർ നോയ്സ്. അപ്പോൾ റിക്വസ്റ്റാണ്, ഇനി ശബ്ദം ഉണ്ടാക്കരുത്. ഐ നീഡ് ടു കോൺസെൻട്രേറ്റ്, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇനി ശബ്ദം ഉണ്ടാക്കരുത്. നമ്മൾ ടി വിയിൽ അഭിമുഖം കാണുമ്പോഴത്തേക്ക് പലപ്പോഴും നേതാക്കന്മാർ പറയില്ലേ, നോ മോർ ക്വസ്റ്റ്യൻസ്, ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഒരു 2-3 സെൻറ്റൻസ് കൂടെ നോക്കി നമുക്കിത് അവസാനിപ്പിക്കാം. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. ദർ ഈസ് നോ മോർ ടു ടെൽ. ഇത് സ്റ്റോറിയുടെ എൻഡാണ്, എനിക്ക് കൂടുതലൊന്നും ഇനി പറയാനില്ല. ദർ ഈസ് നോ മോർ ടു ടെൽ, ഇനി ഒന്നും പറയാനില്ല. ഐ വിൽ ടോളറേറ്റ് ദിസ് നോ മോർ. ഞാൻ ഇതിനി ക്ഷമിക്കില്ല. ഐ വിൽ ടോളറേറ്റ് ദിസ്. ഐ വിൽ ടോളറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമെന്നാവും, പക്ഷെ അതിൻ്റെ നോമൂടെ ചേരുമ്പോഴേ ഇനി ക്ഷമിക്കില്ല, അതാണ് എൻ്റെ പ്രത്യേകത. ദ ഗോൾഡൻ ഡേയ്സ് ആർ നോ മോർ.
സുവർണ കാലഘട്ടം അല്ലെങ്കിൽ സുവർണ ഡേയ്സ് എല്ലാം പോയി. അതിനി ഇല്ല. ഇനി അവസാനം അവർ ബിലവഡ് റൈറ്റർ MT ഈസ് നോ മോർ. MT കടന്നുപോയി. ദാറ്റ് മീൻസ് MT ഹാസ് പാസ്ഡ് അവേ. നമ്മളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT നമ്മെ വിട്ടുപോയി. ഹീ ഈസ് നോ മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോ മോറിൻ്റെ അങ്ങനെ അർത്ഥമുണ്ട്. കൂടാതെ മേലില്ല, ഇനി സംഭവിക്കില്ല, ഇങ്ങനത്തെ അർത്ഥമുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസുകളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പഠിക്കാനല്ല, കുറേ കൂടെ നമുക്ക് ലാംഗ്വേജ് മെച്ചപ്പെടും. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ signing off. Until meet again with another interesting video.